നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. 3.5 കോടിയിലേറെ വില വരുന്ന കഞ്ചാവ് പിടികൂടി. തായ് എയർവേസിൽ ബാങ്കോക്കിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്ന് പിടികൂടിയത് 13 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ്. മലപ്പുറം സ്വദേശി ഉസ്മാനാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. ട്രോളി ബാഗിലെ ഭക്ഷണപ്പൊതികളിലും മിഠായി പാക്കറ്റുകളിലുമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. നേരത്തെയും ബാങ്കോക്കിൽ നിന്ന് എത്തിയവരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു. ഇതേ തുടർന്ന് കസ്റ്റംസ് പരിശോധന ശക്തമാക്കിയിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് കഞ്ചാവുമായി യുവാവിനെ കസ്റ്റംസ് പിടികൂടിയത്. നിരവധി ഭക്ഷണപ്പൊതികൾ സൂക്ഷിച്ചിരുന്ന ബാഗിൽ ഏറ്റവും അടിയിലായാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെട്ട പൊതികൾ സൂക്ഷിച്ചിരുന്നത്. 13 കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് 2 പൊതികളിലായാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതിനു മുകളിലായി വേറെ ഭക്ഷണ സാധനങ്ങളും പൊതിയുമുണ്ടായിരുന്നു. സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കസ്റ്റംസിന്റെ പരിശോധന. നേരത്തെയും ഇയാൾ ബാങ്കോക്കിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയിട്ടുണ്ട്. മറ്റു പലരും ഇതുപോലെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബാങ്കോക്കിൽ നിന്ന് കൊച്ചി വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവരുന്നതിനിടയിൽ കസ്റ്റംസിന്റെ പരിശോധനയിൽ കുടുങ്ങിയിരുന്നു. അതിനാൽ തന്നെ സംശയം തോന്നിയാൽ കസ്റ്റംസ് പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ കഞ്ചാവ് കടത്ത് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കസ്റ്റംസ് പരിശോധന ശക്തമായിരിക്കുന്നു. ഇതാണ് ഇന്ന് ഉസ്മാനും പിടിയിലാകാൻ കാരണം. പണം ഞങ്ങൾ തരും. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. സമാനമായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 7.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു. കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന 3 യാത്രക്കാരെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. തായ് എയർ ഏഷ്യ വിമാനത്തിൽ തായ്ലൻഡിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി ജംഷീർ, എറണാകുളം സ്വദേശി നിസാമുദ്ദീൻ, കോഴിക്കോട് സ്വദേശി മുഹമ്മദ് സക്കീർ എന്നിവരാണ് അറസ്റ്റിലായത്. ഹൈബ്രിഡ് കഞ്ചാവ് ബാഗേജിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. ബാഗേജുകൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് 15 കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത്. കോടതി ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. അന്നു മുതൽ തന്നെ കസ്റ്റംസ് പരിശോധന ശക്തമാക്കിയിരുന്നു. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവരുടെ കഞ്ചാവ് കടത്തും.